ഹായ്. അപ്പോൾ ഹായ് കൊടുക്കേ. അപ്പോൾ നമ്മൾക്ക് അടുക്കളേൻ്റെ പണീൻ്റെ തിരക്കിലാട്ടോ. പൊടിപാറി പണിയില്ലേ, അതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൂർത്തിയാകാതെ ഒരു മനസ്സുഖമല്ല കേട്ടോ. അപ്പോൾ നനയാണ് വാർത്തിട്ടിട്ട് നമ്മളതിൻ്റെ വക്കത്ത് കൂടെ ഉള്ള ആ വെള്ളം കെട്ടി നിൽക്കുന്ന സംഭവം ഉണ്ടാക്കിയില്ല. അത് കാരണം എപ്പോഴും നന കൊടുക്കണം, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എത്രയോ വട്ടം നനച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കെട്ടി നിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നക്കൂസ് റെഡിയാണ് കേട്ടോ. പെയിൻറ്റിൻ്റെ നിപ്പോൺ പെയിൻറ്റിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് അല്ലേ, പെയിൻറ്റൊക്കെ സിമെൻറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ആദ്യം അടുക്കളയാണല്ലോ ഉണ്ടാക്കുക, ഇത് നേരെ തിരിച്ചാണ്. അല്ലാത്ത പണിയൊക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റാണ് അടുക്കളയിലേക്ക് എടുക്കുന്നത്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിട്ടോ, അതിനുള്ള ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുക്കള ഉണ്ടാക്കാൻ വൈകിയത്. എന്തായാലും ഇപ്പം റെഡിയായി. ഇനി ഞങ്ങൾ മുകളിൽ പോയിട്ട് കാണാം. അമ്മ എന്തൊക്കെയോ പണിയിലാണ്. അമ്മേനെ പാറുവിനെ നോക്കാം താഴെ ആക്കിയതാ. കപ്പൂസേ എന്താ നമ്മളെ പണി ഇവിടെ? ഇവിടെ എന്താ പണി? സിമെൻറ്റ് മണലൊക്കെ കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാർത്തിട്ട ഭാഗം. അപ്പോൾ അത് വെള്ളം നനയ്ക്കുമ്പോൾ മാത്രമേ ഇവിടെ ഒരു നനവ് നമുക്ക് കിട്ടണുള്ളൂ. പിന്നെ അതൊക്കെ പുറത്തേക്കല്ലേ ഒഴുകണേ. കെട്ടി നിൽക്കാൻ പറ്റണില്ല. എന്ത് ഓന് ചെയ്യണമെന്നോ? വേണ്ട അപ്പൂസേ. അപ്പൂസിനും സന്തോഷമായിട്ട് ഒന്നും ഇത് പറ്റൂല കേട്ടോ. അത് അലർജിയാണ് സിമെൻറ്റ് ചൊറിച്ചിൽ. ഇന്നലെ ഞാൻ നമ്മളെ സിമെൻറ്റ് മണ്ണൊക്കെ കൂട്ടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സിമെൻ്റ് ഒന്ന് അവിടെ ക്ലിയർ ആക്കി കൊടുക്കാൻ പോയിട്ടുള്ളൂ ആയത്. അപ്പോഴേക്കിന് കയ്യും കാലൊക്കെ ചൊറിച്ചിലായിരുന്നു. ഒക്കെ ശീലാവണം, ഒക്കെ എടുക്കുമ്പോൾ തന്നെ ശീലാവൂലേ? ആ അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പൂർത്തിയായാലും ഇനി ഒരു സമാധാനം കിട്ടും. വീഡിയോ എടുത്ത് എന്താ അപ്പൂസിന് ഇതൊക്കെ അല്ല വശമാണ്. സീറ്റൊക്കെ മടക്കണം. അപ്പൂസ ബാക്കി കേട്ടോ, ബാക്കി വെക്കി പോലോ. പണിയില് ശ്രദ്ധിച്ചവിടെ മറക്കും. പറഞ്ഞു കൊടുക്കുന്ന ആളായില്ലാറോ. സിമെന്റ് ഇടുന്ന ആളാട്ടോ. അപ്പൂസ് ഞാനോ കൂട്ടുന്നാളാ കൊണ്ടുതരുന്നാള്. ഇതപ്പൂ പണിക്കാർ ഇങ്ങനെ ചെയ്യണ കണ്ട് ഒറ്റ കണ്ടിട്ടുള്ളൂ. അപ്പക്കിനോ സീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ട് പുറത്തേക്ക് ഇത് പുറത്തേക്ക് കൊടുക്കണത് ആകെ പൊടി പൊടിയായി. അതിൽ ചതിയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് വിറകുണ്ട് ഇവിടെ കണ്ടോ. അന്ന് താഴത്തുനിന്ന് വിറകി കയറ്റിയ വിറകില്ലേ, നല്ല ഉണങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് ആക്കല്ലേ വാട്ടർ പ്രൂഫ് അവിടെ. ആ ഇവിടെ ഈ കുറെ ആൾ ഇന്നലെ പറഞ്ഞിരുന്നു കമന്റിൽ, ഇവിടെ ഈ ജോയിന്റ് വന്നോടത്ത് ലീക്ക് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതില്ലാതിരിക്കാനല്ലേ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണേ. ചെയ്യൂട്ടോ പെയിന്റിങ് അടിക്കുമ്പോളേ. ഇത് കഴിയട്ടെ, ഒക്കെ സാവകാശല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇത് പൊന്തിക്കണം കുറെ ആൾക്കാർ പറഞ്ഞു. കുറച്ച് കഴിയട്ടെ, കോണിക്കൂട് പൊന്തിക്കണം. അപ്പൊ അവിടെ ഒപ്പം നമുക്ക് നടക്കണ കേസല്ല. ഇത് കഴിയട്ടെ. അടുക്കളയിലല്ലേ നമുക്ക് പാചകം ചെയ്യണം, ആഗ്രഹം മാത്രമേ ഉള്ളൂ. അടുക്കള പെട്ടെന്ന് അതിലേക്ക് കയറി ഒരു പാല് കാച്ചിട്ട് നമുക്ക് അവിടെ നടത്തണം. പെട്ടെന്ന് വെള്ളം വലിയത്. ഇപ്പൊ ഇന്നിപ്പോ ഒരിട്ടം നനച്ചു, ഇനിയിപ്പോ രാത്രി ഇനി നനക്കില്ല. ഒരിട്ടല്ല, 5 6 ഓരോ മണിക്കൂർ കൂടുമ്പോ നനയ്ക്കൂ. അങ്ങനെ ഇടവിട്ട് നനയ്ക്കുക. പക്ഷെ നനയ്ക്കുമ്പോ മാത്രമേ നനവുണ്ട്, പിന്നല്ല. ഇപ്പൊ ഞങ്ങൾ നമുക്ക് റെഡി ആക്കട്ടെ. നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് പോരുത്തിട്ട് ആരും, അതാണ് പ്രശ്നം. ഈ കോണിക്കൂടിന്റെ നീളം കണ്ട എത്രയോ നീളമുണ്ട്. എത്ര ഉള്ളത്? ഇതിന് 100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാധാ കോണിക്കൂട് പോലെയല്ലേ, നല്ല വലിപ്പമുണ്ട്. കാലുകൊണ്ട് കാട്ട ഇറങ്ങി പോകുമ്പോ ഉള്ളിലൊക്കെ ആവും. മടക്കി ഇങ്ങനെ മടക്കി ഇന്നലെ കൊണ്ട സാർ. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ട. ഈ കട്ടൊക്കെ ഇത് പൊളിച്ച് അവിടെ നിന്ന് എടുത്ത കട്ട ഇത് ഇതൊന്ന് പൊളിക്കാൻ കിട്ടണം. ഇന്ന് ഇവിടെ തന്നെ പാരപ്പറ്റ കട്ട. നമുക്ക് പാരപ്പറ്റ ഞാൻ തന്നെ കിട്ടണം. അപ്പൂസ് വീട് പണി കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചു. ആ പോണ സിമെന്റ് അത് പറ്റൂല അപ്പൂസ്. കാലമലാക്കല്ലോ.
ഒരു മേത്ത് മണ്ണാണോ കുഴപ്പമില്ല, ഒന്നും വിഷയമല്ല. അല്ല ലൂസ് വേണ്ട കപ്പൂസേ. അപ്പോൾ എണ്ണ സിമെന്റ് കൂടി കൊടുക്കലുണ്ടോ പടവിന്? കുറച്ചുകൂടി ഒക്കെ പഠിച്ചല്ലേ കപ്പൂസേ? ഒക്കെ പഠിച്ചോ? എന്നാ ഇനി വയറിങ്ങിന്റെ കുത്തിപ്പൊളി ഞങ്ങളാണ്. അപ്പൂസേ വയറിംഗ് ഒക്കെ നമ്മളല്ലേ കുത്തിപ്പൊളി ഒക്കെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ സാമർ മേടിച്ചിട്ടുണ്ട്, ഉള്ളി മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സെറ്റ് ആക്കി കൊടുക്കാം. അത് പിടിച്ചാ വലിച്ചാൻ കിട്ടണേ. അപ്പൊ അവിടുന്ന് കണ്ടിട്ടോ, അവിടുന്ന് കിട്ടുവാ. അവിടുന്ന് ആ മൂലക്കുന്നല്ലേ? നിങ്ങൾ ഓൻ്റെ ഒപ്പം തന്നെ ഇരിക്കാൻ നല്ലേ. താഴത്തേക്ക് നോക്കാനൊരു നമ്മള് കിണറിന്റെ പക്കത്ത് എത്തിട്ടോ. വീട് നമ്മളെ കിണറിന്റെ ഒട്ടിയായി. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങണേ. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങണേ. നനവില്ലേ? ഞാൻ വെള്ളം കൊണ്ടുതരാം. വെള്ളം വേണമെന്ന്. അപ്പോ ഇത് നനവ് പോരാന്ന് ആണോ? ചുട്ടുകല്ല് പുതിയൊന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ സിമെന്റ് കളയട്ടോ. ഇജ്ജി പറഞ്ഞിട്ടുണ്ട്. അപ്പുനെ എവിടുന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പഠിക്കണോ? അപ്പൊ അച്ഛൻ കാട്ടണ്ടെന്ന് നോക്ക്. അറിയോ? ഓനറിയാന്ന്. ഓനല്ലേ? ഓനറിയാന്ന്. വൃത്തം കളയാട്ടോ. പഠിച്ചോ? നമ്മളെ വീടുമ്പോഴല്ലേ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. കാണട്ടോ. ഒക്കെ നമ്മളല്ലേ ഒക്കെ പണിക്കാണ്. അപ്പൂസ റെഡി ഉണ്ടോ? ഇതൊക്കെ ഞാനല്ലേ കാട്ടിയേ. വെള്ളം നിൽക്കും. ഒറ്റ പടി അടിച്ചത് വേവേട് കഴിയേ. ഇപ്പൊ ഞാൻ സിമെന്റ് ഇടുന്നേരുന്നു. കുറച്ച് നേരം ഇട്ട് വയ്ക്കും. ബണ്ട് പല സ്ഥലത്തും പല പോലെ. ഫുള്ളാക്ക് ഒരൊറ്റ പടി. അപ്പോൾ ബാക്കിക്ക് വല്ലണ്ണേ, മുന്നിക്ക് അങ്ങനെ തന്നെ. ഇഞ്ചി സിമെന്റ് ഇവിടെ തരുന്ന ആളാണ്. അങ്ങനെ തോന്നണ്ടല്ലേ? ഇപ്പം ഉണ്ടാവില്ലേ? സംഭവം അങ്ങനെ തന്നെ കേട്ടോ. പോകുമ്പോൾ പഠിച്ചില്ലേ? ഇനി ബാക്കിൽ തട്ടരുത് കേട്ടോ. അങ്ങനെ തന്നെ അതിനുള്ള സംഭവം. അതല്ല ഇതിനൊക്കെ ആളെ ഏൽപ്പിച്ചാൽ മുതലാവോ? ഉരു കൊടുക്കുന്നത് മുതലാവല്ലോ. അതെ ബാക്കി അങ്ങോട്ട് വലിക്കുക. അങ്ങോട്ട് വലിക്കണം. അപ്പോൾ പൊട്ടുന്നുണ്ട്. അവിടെ കടണ്ട. ഞാൻ റെഡി ആക്കണം. സിമെന്റ് ഉണ്ട്. സിമെന്റ് കൂട്ടാൻ അറിയില്ല. മണൽ കഴിഞ്ഞോ? ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ ചെറുതാക്കട്ടെ. മണലിപ്പോൾ കഴിയും. മതി അത്ര കൊടുന്നേ. തികയും തോന്നല്ല. തലയൊക്കെ ഇട്ട് കൊണ്ടേ. ചെറിയ പണിയാണ്. ലോക്കലാ. ഇവിടെ അടച്ചേ. പണിയല്ലേ?
കഴിഞ്ഞോ? അമ്മ പുറത്തുണ്ടാ? തല മിന്നി വീഴും. കണ്ടോ? തല മിന്നി വീഴും. വെള്ളം കുറച്ച് കിട്ടും. അമ്മ കുളിക്കണോ? അതിട്ടരോ? വെള്ളം കിട്ടുമ്മ. വെള്ളം വെള്ളം വന്നിട്ട് മതി. ഉണ്ടാവും ഒപ്പിക്കണം. ഉണ്ടാവും. ഇനി അങ്ങനെ അതല്ല വരാനും ഇവിടെ കൂട്ടാനും കൂടി ഉള്ളൂ. കുറച്ച് വെള്ളം വേണ്ടേ? വെള്ളമൊന്നും വേണ്ട. മതിയോ? ഇവിടെ ഇത് കഴിയട്ടെ. ഇത് മുഴുവനാക്കിട്ടാ അതാ നമ്മളെ ബണ്ട് കെട്ടല് ഏകദേശം പൂർത്തിയായിട്ടോ. ഇനി അപ്പു നിൽക്കണ ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് എല്ലായിടത്തും അങ്ങനെയൊക്കെ കെട്ടല് ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടാലും നമുക്കറിയില്ല കേട്ടോ. ചില സ്ഥലത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ സൈഡ് മാത്രമേ കെട്ടി വെക്കുള്ളൂ എന്ന് പറഞ്ഞു. സൈഡിൽ മാത്രം, അപ്പോൾ ഉള്ളിൽ മാത്രം വെള്ളം നിൽക്കുകയാണ്. നമ്മളിതോരോ അങ്ങനെ എന്താ പറയുക റൂം പോലെ തിരിച്ച് കള്ളി ആക്കിയിട്ടാണ് വെള്ളം നിർത്തണേ. അല്ല ഓൻ പറഞ്ഞു ഓൻ ആ വക്ക് മാത്രമേ കെട്ടുള്ളൂ എന്ന്. നന്ദു വൈകുന്നേരം ആയി നമ്മളെ സമയം ബാങ്ക് കൊടുക്കാനായിട്ടോ. ഇതുകൂടി തീർത്താൽ ഞങ്ങളെ പണി തീർന്നു. ഇനി നാളെ ധൈര്യമായിട്ട് നനയ്ക്കാം. ഇത് മറ്റത് ബാങ്ക് കൊടുത്തു. ഇന്നലെയൊക്കെ ഇന്നൊക്കെ നമ്മൾ നനച്ചതേ ഓരോ മണിക്കൂറാകുമ്പോഴേക്കും ഇത് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നനയ്ക്കാനായിട്ട് നിൽക്കണ പണിയാണ്. ഇനിയിപ്പോൾ വെള്ളം കെട്ടിക്കൊണ്ട് എന്താ അമ്മ ഒച്ചിട്ടിട്ടോ ഞാനിങ്ങോട്ട് വരുമ്പോളേ അതെ നമ്മളൊക്കെ ഇതിന്റെ മുകളിലല്ലേ കേറി വന്നതാണ്. ആള് തിരക്കടില്ലല്ലോ കുഞ്ഞാവേ. ഇങ്ങനെ വരരുതിട്ടോ. ഇവിടെ വരരുതിട്ടോ. അമ്മ കണ്ടിട്ടുണ്ടാവില്ലേ? അമ്മേനെ കണ്ണു വെട്ടിച്ച് പോന്നതാവും. കഴുത്തിലൊരു മണി കെട്ടി കൊടുത്തേന്നു. അത് നനയുമ്പോ പേടിച്ച് ഇൻഫെക്ഷനെ പേടിച്ചിട്ട് അത് ഊരിട്ടതാണ്. അല്ലെങ്കിൽ അതിൽ നടക്കണ്ടെങ്കിൽ അറിയാലോ വിചാരിച്ചു. നോക്കിയിരിക്കണേ പാവണ്ട്. അവിടെ ആരും കാണാഞ്ഞിട്ടേ ഇവിടുന്ന് സൗണ്ടും കേക്കണ്ട്. അപ്പൊ കയറി വന്നതാ. നല്ല ആളാട്ടോ. അതുകൊണ്ട് മേൽഭാഗമൊക്കെ ഒന്ന് കാണാനായി പാറൂന്. ഇവിടെ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇന്ന് സന്തോഷേട്ടന് അടുക്കള ഭാഗമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാക്കേനൊക്കെ അവിടെ ഇങ്ങനെ കണ്ടിട്ടേ എല്ലാത്തിനും ഇങ്ങനെ നോക്കുക, ഇലകൾ ഇളകണതും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ അതന്നെയുണ്ട്. ഇതിന് മുകളിൽ കയറിയപ്പോ നോക്കി അനക്കല്ല ചുന്ദരി. ശ്വാസം നമ്മള് വിടുമ്പോലെ ഒരഴിച്ചു വിടല് പൊന്നെ. നിങ്ങളൊക്കെ കേറിപ്പോരാനായോ? എന്താ കഥ? പോവാ. ഞങ്ങള് പോവാട്ടെ താഴത്തേക്ക്. ഓളവിടെ അധികം നിർത്തി ഇനിയും ചിലപ്പോ കണ്ണു വെട്ടിച്ച് ഇങ്ങോട്ട് കയറി വരും നമ്മള് കാണാതെ. ഇവിടെ ഇങ്ങനെ ഓപ്പണായി കിടക്കല്ലേ. ഇവിടെ ഒരു ഇതില്ലേ, എന്തെങ്കിലും മറച്ച് വെക്കേണ്ടി വരും. വരുവോ? അതാണ് നമ്മളെ സൗണ്ട് ഇട്ടിട്ട് വന്നത് തന്നെയാണ്. അല്ലെങ്കിൽ വരില്ല. അപ്പൊ ഇനി വാങ്ങി കൊടുത്തോട്ടോ. ഇനിയിപ്പോൾ നമ്മള് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മേലെഴുതാനും പ്രാർത്ഥിക്കാനും എല്ലാം ഉണ്ട്. അമ്മ ഇനി വൈകിട്ട് അമ്പലത്തിൽ പോകണം എന്ന് അറിയുന്നുണ്ട് കേട്ടോ. അമ്മേൻ്റെ കൂട്ടുകാരൊക്കെ ഒപ്പം അമ്പലത്തിൽ ഇന്ന് വിളക്കുണ്ട്. എന്നും ഉണ്ട് വിളക്ക്. ഇന്നലെയും പോയിട്ടുണ്ട്.
ഇന്നും പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മ വർക്ക് വെച്ച് കഴിഞ്ഞാൽ അമ്മ പോവും. അപ്പം ഇനി നാളെ കാണട്ടോ. പാറ് കിടക്കണോക്ക് എന്താ ഓളെ സുഖം കാഴ്ചയും കണ്ട്. അപ്പം ഇനി നാളെ കാണാട്ടോ നമ്മളെ വിശേഷമൊക്കെ ആയിട്ട്. അപ്പം എല്ലാവർക്കും ബൈ.